എൽ ഡി എഫിലെ പ്രധാന ഘടകകക്ഷിയാണ് സി പി ഐ. സി പി ഐ ഏറെക്കാലമായിട്ട് ഇതിൽ അതൃപ്തരായിട്ട് നിൽക്കുകയാണ്. ഈ നിലമ്പൂർ ഫലം വന്നു കഴിഞ്ഞപ്പോൾ ആ അതൃപ്തി ഒന്നുകൂടങ്ങ് ശക്തി പ്രാപിച്ചു എന്നൊരു സംശയം. ഇവിടെ അതൃപ്തിയൊക്കെ അവർക്കുണ്ട്, അത് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. അവർക്ക് ഈ സി പി എമ്മിൻ്റെ അണ്ടറിൽ ചെറിയേട്ടായി നിൽക്കാൻ താല്പര്യമില്ല. അന്ന് സി പി എമ്മാർക്ക് അത് സി കെ ചന്ദ്രപ്പൻ വരെയുള്ള കാലഘട്ടം സി പി എമ്മാർക്ക് വരെ പേടിയായിരുന്നു. കാരണം ഇതിൽ കുറേ നല്ല നേതാക്കന്മാരുണ്ട്. സി കെ ചന്ദ്രപ്പൻ, പി കെ വി, വിളിയം ഭാഗവൻ, പിന്നെ നമ്മുടെ ഇയാളുണ്ടല്ലോ അച്യുതമേനോൻ, അദ്ദേഹം നല്ല അദ്ദേഹം. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് നല്ല തങ്കപ്പെട്ട നേതാക്കന്മാരുണ്ടായിരുന്നു. എം എൻ ഗോവിന്ദൻ എന്നുവെച്ചാൽ ഉണ്ട് പടുത്ത കുടുംബത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പാവപ്പെട്ടവർക്ക് വേണ്ടി എല്ലാം തിരിച്ച ആളുകളുണ്ട്. അപ്പോൾ അവരെ സി പി എമ്മാർക്കരെ പേടിയായിരുന്നു. ഈ സി കെ ചന്ദ്രപ്പൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു വിട്ടുവീഴ്ചയില്ലായിരുന്നു അവിടെ. അതാണ് അവസാനം നമ്മൾ കണ്ടത്, സി കെ ചന്ദ്രപ്പനാണ്. അതിനുശേഷം പോയി. അപ്പം ആ സമയത്ത് ആളില്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷേ ഈ ഒരു ഗാംഭീര്യം കൊണ്ടുണ്ടല്ലോ, EMS ബൽറാം. അപ്പോൾ ഈ ഗാംഭീര്യം കൊണ്ട് സി പി എം പോലും പലപ്പോഴും മിണ്ടാതിരുന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തതോടുകൂടി യൂത്ത് ഈ പ്രസ്ഥാനത്ത് നിന്ന് അകന്നുപോയി. സി പി ഐ യൂത്ത് അകന്നുപോയി. അതുവരെ നല്ല കൊള്ളാവുന്ന യൂത്തൊക്കെ നോക്കിയാൽ മതി. തിരുവനന്തപുരത്ത് കൊള്ളാവുന്ന യൂത്ത് സി പി ഐ അനുഭവമുള്ളവരുണ്ട് ഇടതുപക്ഷം. അങ്ങനെ മറ്റുള്ള പോലെ ഈ ഗുണ്ടായിസൊന്നുമില്ല. ഒരു വൃത്തിയുള്ള പാർട്ടി, കൃത്യമായ ലെഫ്റ്റ് ഓറിയൻറ്റേഷനുള്ള പാർട്ടി. അതേസമയം ഹൈലി നമ്മുടെ ചുറ്റുപാട് ഇന്ത്യയിൽ റൂട്ടഡായ ഒരു പാർട്ടി. അങ്ങനെ ഒന്നുണ്ട്. അത് അടിയന്തരാവസ്ഥ കാലത്ത് ഇവർ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തോട് കൂടിയിട്ട് ഈ പാർട്ടി ചേരുക, സി പി ഐയിലോ അതിലെ ഘടകകക്ഷികൾ അതിൽ വർഷസംഘങ്ങൾ ചേരുക എന്ന് വളരെ നെഗറ്റീവായി കേരളത്തിലെ പൊതുബോധത്തിൽ. ഇന്നിപ്പോൾ നമ്മൾ RSS ചേരുക എന്നൊക്കെ പറയുന്നത്, RSS ചിത്രം കൊണ്ടുവച്ചാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ കണ്ടല്ലോ. അതേപോലുള്ള അവസ്ഥയായിരുന്നു, അല്ലെങ്കിൽ അതിൽ ഭീകരമായ അവസ്ഥയായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ഈ പാർട്ടി കുടുംബത്തിൽ നിന്ന് വന്നവർ, അതല്ലെങ്കിൽ ഒന്നിനും പറ്റാത്ത എസ് എഫ് ഐക്കാരനൊന്നും എസ് എഫ് ഐ ഒന്നും എത്താത്ത, എന്നുവെച്ചാൽ ജില്ലാ കമ്മിറ്റി പോലും എത്താത്ത കുറേ ആളുകളാണ് പിന്നെ ഇത്രയും കാലം ഈ പാർട്ടിയുടെ യൂത്ത് വിങ്ങിലൊക്കെ കയറി വന്നത്. അവരാണ് ഇപ്പോഴത്തെ അടുത്ത ലീഡർഷിപ്പ് ആകുമ്പോൾ. ബിനോയ് രാജാജി അതുവരെ ആ പണ്ടത്തെ ഡിവിഷൻ വന്നു, അതിനുശേഷം വന്ന ആളുകൾ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം പാർട്ടി നേരിടുന്നുണ്ട്. ക്വാളിറ്റിയുള്ള ആളുകളില്ല. അവരെ സംബന്ധിച്ച് അധികാരമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഇഫ്താ പാർട്ടിക്ക് പോയവരെ കാണും, എവിടെയും പോയാൽ കാണും. അവർ ഗതിയില്ലാത്ത കുറേ ആളുകളോ അതല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പണ്ടത്തെ നേതാക്കന്മാരുടെ കഴിവുകെട്ട മക്കളോ ആണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട. അല്ലെങ്കിൽ ചില ആളുകളെ മറ്റ് സീറ്റുകൾ ജയിക്കാൻ വേണ്ടി ഒക്കെ സി കെ ചന്ദ്രപ്പൻ്റെ ശേഷം തുടങ്ങിയാണ്. ചില സീറ്റുകൾ രഹസ്യമായ ആർക്കെങ്കിലുമൊക്കെ കൈമാറും. ഒന്ന് പരസ്യമായി കൈമാറി നിങ്ങൾ തിരുവനന്തപുരം അറിയാമല്ലോ, വേറെ ഒന്നും എനിക്ക് വേറെ അറിയാം, ഞാൻ പറയുന്നില്ലത്. അപ്പം ഇങ്ങനെയാണ് ആ പാർട്ടിയുടെ ഒരു അവസ്ഥ. ഒരു നിയമസഭാ നിയോജക മണ്ഡലത്തിന് തോൽപ്പിക്കാനുള്ള ശേഷി ആ പാർട്ടിക്കില്ല. LDF CPM പണ്ട് ഒരു കണക്കെടുത്ത്, അത് വെളിയത്തിൻ്റെ സമയത്ത് തന്നെ കണക്കെടുത്തിട്ട് പരമാവധി 30,000-40,000 വോട്ടൊക്കെയാണ് ലോക്സഭാ മണ്ഡലത്തിൽ അവർക്ക് സമാഹരിക്കാൻ പറ്റുന്നത്. കോഴിക്കോട് 5,000, എനിക്ക് മറ്റേ തൃശ്ശൂരൊക്കെയാണ് തോന്നുന്നുണ്ട്. അവർ മനോരമയിലെ കണക്ക് വന്നിരുന്നു. അങ്ങനെ ഒരു പാർട്ടിയാണ്. മുമ്പ് അതിനൊരു എന്താ പറയുക, ഒരു പ്രൗഢി ഉണ്ടായിരുന്നു, അതും ഇല്ല. പക്ഷേ എന്താണ്, ഇടതുപക്ഷ പണ്ട് മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടി സോവിയറ്റ് റഷ്യയും കോൺഗ്രസും കൂടി തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പുറത്ത് ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനം അച്യുതമേനോനും PKV കിട്ടിയിരുന്നല്ലോ. അത് ഒഴിവാക്കിയാണ് പിന്നെ LDF സംവിധാനത്തിലേക്ക് വന്നത്. അതിൻ്റെ ഒരു റെസ്പെക്ട് ഇപ്പോഴും CPM കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവർ 4 മന്ത്രിമാരെ കൊടുക്കും, 4 ലോക്സഭാ സീറ്റ് കൊടുക്കും, പിന്നെ 1-2 രാജ്യസഭാ സീറ്റ് കൊടുക്കും, 10-22 MLA കൊടുക്കും. CPM റഫ്ലി ജയിക്കും. CPM അവിടെ ഇവിടെ നിന്നൊക്കെ കുറ്റം പറയും, കണ്ണെടുത്ത് CPM കണ്ടുകൂടാ. അങ്ങനെ അല്ലാത്തതിൽ കുറച്ച് സി കെ ചന്ദ്രപ്പൻ വരെയുള്ള ആളുകൾക്ക് CPM തിയററ്റിക്കലായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ മറ്റു പലർക്കും അസൂയായിരുന്നു. ഈ കാനമാണ് അതിലൊരു മാറ്റം വരുത്തിയത്. ഇപ്പോൾ K ഇസ്മായിലൊക്കെ പക്ഷേ CPM ഒരു ഇമ്പോർട്ടൻസ് അറിയുന്ന ആളായിരുന്നു. പക്ഷേ അവരൊന്നും സെക്രട്ടറിമാരാണ് പറയുന്നത്. കാനമാണ് അതിനൊരു മാറ്റം വരുത്തി CPM കുറച്ച് ഫ്രണ്ട്ലി ആയിപ്പോയത്. അത് കഴിഞ്ഞിട്ട് ഈ CPM ഭയങ്കര വിരോധമുള്ളത് സൂക്ഷിക്കുകയും എന്നാൽ പുറപ്പെ ചിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അതായത് CPM അറിയാം. അപ്പോൾ ഇവരെ കൊണ്ട് പ്രത്യേകിച്ച് CPM ഗുണമൊന്നുമില്ല. പക്ഷെ അവിടെ ഒഴിവാക്കാനും പറ്റിയതാണ്. പോവുകയാണെങ്കിൽ പോയി കിട്ടണമെന്നായിരിക്കും പിണറായി വിചാരിക്കുന്നത്. പോകാൻ അത്രയും നല്ലതാണ് ഇതിനകത്ത് CPI. പക്ഷെ പോവുകയില്ല. അവിടെ പോയിട്ട് അവിടെ ലീഗ് ഉണ്ടല്ലേ, ലീഗിൻ്റെ ഇടയിൽ 2 അന്തസ്ഥാനം മേടിച്ചിരിക്കേണ്ടി വരും. അപ്പം നിലവിലുള്ള സാഹചര്യത്തിൽ പോകില്ല. CPM കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്നുള്ള സാഹചര്യം വരികയോ ലീഗ് UDF ചാടി LDF വന്നാലും പിന്നെ രണ്ടാമതായി ലീഗിനെ പരിഗണിക്കേണ്ടതായിട്ട് വരും. പിണറായിക്കൊന്നും പരിഗണിക്കാൻ ബുദ്ധിമുട്ടുമില്ല.
അങ്ങനെ വരുന്ന സമയത്ത് 2 മന്ത്രിസ്ഥാനം കൊണ്ടൊക്കെ ഇരിക്കേണ്ടി വരും, 2 ലോക്സഭാ സീറ്റൊക്കെ ആയിട്ട് ഇരിക്കേണ്ടി വരും, ഒരു 10 നിയമസഭാ സീറ്റൊക്കെ ആയിട്ട്. അത് ആ സമയത്ത് ചിലപ്പം പോയി എന്ന് വരും. അതിപ്പം പോയില്ല, ഇപ്പം കംഫർട്ടബിൾ അല്ലേ, ഒരു പണിയെടുക്കാതെ 4 മന്ത്രി. പക്ഷേ ഇവർക്ക് ആ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കൈവിട്ടതിൽ വല്ലാത്തൊരു അമർഷം ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവർക്ക് CPIക്ക് കൊടുത്തിട്ടുള്ളതെല്ലാം നല്ല സ്റ്റാർ മണ്ഡലമാണ്. തിരുവനന്തപുരം, തൃശ്ശൂര്, വയനാട്, മാവേലിക്കര. UDF സംവിധാനം വരുന്നതിന് മുമ്പേ നടന്നിട്ടുള്ള ഇലക്ഷനുകളിൽ ആരാണോ ഈ നിയമസഭാ മണ്ഡലം ലോക്സഭാ മണ്ഡലം കൈവശം വെച്ചത് അത് അവർക്ക് കൊടുത്തേച്ചാണ്. അന്ന് കോൺഗ്രസിന്റെ സപ്പോർട്ടോട് കൂടിയാണ് ഈ മണ്ഡലങ്ങൾ കിട്ടിയത് പലതും. അപ്പോൾ നാദാപുരം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അന്ന് കിട്ടിയത്. നാദാപുരത്ത് പിന്നെ EK വിജയൻ അല്ല വേദാരോട് ജയിക്കാൻ പാടാണ്. EK വിജയൻ അത്രയും പോപ്പുലറാണ്. അങ്ങനെ ചില നേതാക്കന്മാർക്ക് ഉണ്ട് അവിടെ. അതിലിപ്പോൾ EK വിജയൻ, KE ഇസ്മായിലൊക്കെ ഇപ്പം ജീവിച്ചിരിക്കുള്ളൂ. അത് KE ഇസ്മായിൽ ഒരു മുരയിലാക്കിയിട്ടുണ്ട്. പിന്നെ രാജാജി മാത്യു നല്ല ബുദ്ധിജീവികളുണ്ട്, അവരൊന്നും വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല തൃശ്ശൂരിൽ നിന്ന്. അതൊക്കെയാണ് അതിൻ്റെ ഒരു കാര്യം. അതുപോലെ തന്നെ ഈ തിരുവനന്തപുരത്താണെങ്കിൽ ഒരിക്കലും ഈ പാർലമെന്റ് സീറ്റ് CPIക്ക് ആണല്ലോ. ഒരു CPM പ്രവർത്തകരും ഇവിടെ പ്രവർത്തിക്കാനില്ല എന്നുള്ളതാണ്. CPMകാരെല്ലാം തൊട്ട അയൽ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ്. ഇത് പണ്ടേ ഉള്ളതാണ്. ചിറയൻകീഴ്, വർക്കല. ഇതുകൊണ്ടാണ് ഇലക്ഷൻ സമയത്ത് മാത്രമേ അവർക്ക് LDF സ്നേഹമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അത് അതിനപ്പുറത്തും ഇപ്പോഴും CPM വിരോധമാണ്. ഇതാണ് ഈ കാരണം. പണ്ടത്തെ ജനറേഷൻ CPMമാർക്ക് ഇവരെ കണ്ടുകൂടായിരുന്നു. പക്ഷെ അന്നും നല്ല ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു, അതിൻ്റെ ബഹുമാനം ഉണ്ടെങ്കിൽ ഇവരെ സിസ്റ്റത്തിന് അവർ കണ്ടുകൂടാ. ഇപ്പം ഇവർക്ക് പുച്ഛമാണ്. ഇപ്പം CPM എന്തോ അതാണ് ചെയ്ത് കൊടുക്കുന്ന വകുപ്പുണ്ട്. അങ്ങനെ ഇഷ്ടമില്ല. വേറൊരുത്തനെ പ്രേമിച്ചിട്ട്, വേറൊരുത്തനെ ഒരു എന്താ പറയുക, ഒരു മാഷെ പ്രേമിച്ചിട്ട് അവസാനം ഒരു ഗുണ്ടയെ കല്യാണം കഴിച്ച് ആ ഗുണ്ടയുടെ ചെലവ് ജീവിക്കേണ്ടി വരുന്ന കുശുംബിയായ ഒരു സ്ത്രീയുടെ അവസ്ഥ അല്ല അതാണ്. അപ്പം CPI ഇവിടെ തന്നെ ചുരുണ്ടുകൂടി, ഇവിടെ തന്നെ കൂടും. അല്ലാതെ പോയിട്ട് ഒന്നും കോൺഗ്രസ് പോയാൽ എന്തെങ്കിലും ലീഗില്ല അവിടെ. അവരുടെ അണ്ടറിൽ പരമാവധി 2 മന്ത്രിസ്ഥാനം. പിന്നെ മാത്രമല്ല കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണ്ടേ. ഇവര് കൊണ്ട് കോൺഗ്രസിന് ഒരു കാര്യമില്ല. അതിനെക്കാളും ജനതാദളിന് ചില മണ്ഡലങ്ങളിൽ സാധിക്കാൻ പറ്റും ഇടപാടിൽ. ഇവരെ കിട്ടി കോൺഗ്രസിന് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. പക്ഷെ CPMന്റെ കൂടെ നിന്നാലും ഈ വൻമരത്തിന്റെ തണലിൽ ഇങ്ങനെ നിന്ന് പോവാ. ഇപ്പം റിയാസിനൊന്ന് 10-1 ശേഷിയില്ലാത്ത ആളുകളൊക്കെ റിയാസിൻ്റെ കൂടെ ക്യാബിനറ്റ് ഇരിക്കും, ഇനിയും ഇരിക്കും. അങ്ങനെ പറ്റും. പക്ഷേ വൻമരത്തണലിൽ നിന്ന് കഴിഞ്ഞാൽ വളരാൻ പറ്റത്തില്ല. വളരാനൊന്നും ആഗ്രഹമില്ല. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഡൽഹിയിൽ ജനയുഗത്തിൻ്റെ റിപ്പോർട്ടറായിരുന്നു. CK ചെന്നപ്പോൾ ഞാൻ തമ്മിൽ നല്ല ബന്ധം. അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധം കൊണ്ട് ഞാൻ കുറച്ച് കാലം ഈ പാർട്ടിയിൽ, അന്ന് ഞാൻ പൊളിറ്റിക്സ് ഒക്കെ വിട്ടിരിക്കുന്ന സമയം, സിവിൽ സർവീസ് നോക്കുന്ന സമയം. പിന്നെ സിവിൽ സർവീസ് കഴിഞ്ഞിട്ടുള്ളൊരു പിന്നെ സിവിൽ സർവീസ് നിർത്തി. കാരണം പാറ്റേണൊക്കെ ആകുമ്പോൾ ഞാനത് പ്രിപ്പറേഷൻ നിർത്തി. അപ്പോൾ CK പറഞ്ഞുകൊണ്ട് ഞാൻ നവയുഗത്തിൻ്റെ ഒരു ചാർജും എഡിറ്റോറിയൽ ബോർഡ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് കാലം നിന്നിരുന്നു. അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ച് ആളില്ലാത്ത പാർട്ടിക്ക് ഒരു താല്പര്യമില്ല. ഒന്നെങ്കിൽ ആളുള്ള പാർട്ടിയിൽ നിൽക്കണം, അല്ലെങ്കിൽ ഇല്ലാത്ത പാർട്ടി ആളുണ്ടാക്കണം. അപ്പം ഞാൻ ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കി CK അത് ഓക്കെ ആയിരുന്നു. അങ്ങനെ അവർക്ക് കോഴിക്കോട് ഈ ന്യൂ ജനറേഷൻ മറ്റേതില്ലേ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, അന്ന് വലിയ പേഴ്സൻ്റേജ് നിൽക്കുക. അപ്പം ഞാൻ അവിടെ ട്രേഡ് യൂണിയൻ്റെ ആളുകൾ തോന്നി നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ അവരെ സംഘടിപ്പിച്ചാൽ വലിയൊരു ട്രേഡ് യൂണിയൻ സാധനം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ കോഴിക്കോട് അവർ മീറ്റിംഗ് വിളിച്ച് ആദ്യമായിട്ട് കോഴിക്കോട് CPIയുടെ പരിപാടിക്ക് കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നു. അത്രയും ആളുകൾ, കേരളത്തിന് എല്ലാ ഭാഗത്തും ആളുകൾ വിചാരിച്ചു CPMൻ്റെ പരിപാടിയാണ്. അങ്ങനെയൊക്കെ ആ സംഘടന എപ്പോഴും സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഒരു പ്ലാൻ എനിക്കുണ്ട്. പക്ഷേ പലർക്കും ഇതൊന്നും CKക്ക് അതൊക്കെ ഇഷ്ടമായിരുന്നു. ഇപ്പം നമ്മുടെ ഇയാൾക്കും കാനത്തിനും ഇഷ്ടമായിരുന്നു. പക്ഷേ കാനത്തിന് CKൻ്റെ അത്രയും ധൈര്യം ഉണ്ടായിരുന്നില്ല. വേറെ പലർക്കും അങ്ങനെ ആൾ വരുന്ന ഇഷ്ടമല്ല. ആൾ വന്നു കഴിഞ്ഞാൽ അവരെ പ്രശ്നം എന്താ പറയുമോ, അവരുള്ള സ്ഥലം പോവില്ല. ഞാൻ അവരെക്കാട്ട് ശേഷിയുള്ള ആളുകളായിരിക്കും വരുന്നത്. ഇപ്പം തന്നെ കേരളത്തിൽ ഈ ഒരു ഒരു പിന്നെ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരാൾ ഒരു സ്ഥലത്ത് വന്ന MLA ആയി. അയാളെ MLA ആയത് അയാൾ വന്നതൊക്കെ അവിടെ കിടക്കട്ടെ. അപ്പോൾ അയാളെ എങ്ങനെ പുറത്താക്കുക എന്നാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർക്ക് അയാളെ ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇവരെക്കാട്ടും ശേഷിയുണ്ട് ഇപ്പോൾ ഇതിലുള്ള പല ആളുകളൊക്കെ ശരി. അപ്പോൾ അവർക്ക് ആ ഒരു പുതിയ ആളുകൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവരുടെ ഈ ഇതിനെ സിസ്റ്റത്തെ പിടിച്ചു വെച്ചിരിക്കുന്ന ഈ പണ്ടത്തെ പാർട്ടി കുടുംബത്തിൽ വന്ന ആളുകൾ, പണ്ടത്തെ ആ ഒരു അടിയന്തരാവസ്ഥ കൊണ്ട് ഇതിലാരും ചേരാതിരുന്ന സമയത്ത് എവിടെ എടുക്കാത്ത കുറേ ആളുകൾ വന്ന് നേതാക്കന്മാരായിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരെ കൂടെ ഒരാൾ പോലും പാർട്ടിയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അവരുടെയൊക്കെ സ്ഥാനത്തിന് ഭംഗം വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് താല്പര്യമില്ല. അവർക്ക് ഇങ്ങനെ CPMൻ്റെ ആളിൽ നിന്നിങ്ങനെ സൈഡായിട്ട് പോയാണ്. ഇഫ്താർ പാർട്ടിയിലൊക്കെ പങ്കെടുത്ത് ഇടയ്ക്ക് 2 പരിസ്ഥിതി വാദമൊക്കെ പറഞ്ഞു, ദളിത് സ്ത്രീവാദമൊക്കെ പറഞ്ഞു, വലിയ ഗീർവാണം പ്രസംഗിച്ച് CPM ഒന്ന് കണ്ണു കിട്ടുമ്പോൾ അതൊക്കെ വാല്യൂ കിട്ടി. ഇത്രയേ ഉള്ളൂ.
പക്ഷേ സി പി ഐക്ക് ഈ ബാർഗൈനിങ് പവർ നഷ്ടപ്പെടും. അതാ പറഞ്ഞത്, അത് കാനത്തിനോട് കൂടി നഷ്ടപ്പെട്ടു. കാനം വരെ ഒരു വലിയൊരു കാനം വളരെ സെൻസിബിളായ നേതാവായിരുന്നു. എനിക്ക് സ്ഥാനാർത്ഥി വിയോജിപ്പൊക്കെ ഉണ്ടായിരുന്നു പല കാര്യങ്ങൾക്ക്. പക്ഷെ കാനം സെൻസിബിളായിരുന്നു. CK ചന്ദ്രപ്പൻ സെൻസിബിളുമായിരുന്നു, വളരെ പവർഫുള്ളായിരുന്നു. CK ചന്ദ്രപ്പന് ശേഷമാണ് അതിൻ്റെ ശരിക്കും. CK ഈ പന്നീന് നല്ല മനുഷ്യനാണ്, പക്ഷേ സെക്രട്ടറി ആകാൻ CKൻ്റെ മൊമെൻ്റ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അന്ന് ഒരുപക്ഷെ കാനമോ KE ഇസ്മായിലോ വന്നിരുന്നെങ്കിൽ ഈ പാർട്ടി കുറച്ചും കൂടി നന്നാവുമായിരുന്നു. ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.